ഹലോ ഗൈസ്, രാവിലെ എനിക്ക് പണി കിട്ടി ഗൈസ്. രാവിലെ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോഴത്തേക്കും ഗ്യാസ് തീർന്നു. കുറ്റിയെടുത്ത് മാറ്റി വെച്ച്. പിന്നെ എന്തായാലും നമുക്കൊരു വഴി കാണണ്ടേ. ഞാൻ ഒരുപാട് കടയിൽ തിരക്കി നടന്നു ഒരു സംഭവം, പക്ഷേ എങ്ങും ഇല്ലായിരുന്നു. അവസാനം ഞാൻ അവിടുന്ന് അലഞ്ഞു തിരിഞ്ഞു ഒരുപാട് കടകളിൽ കയറി ഞാൻ അവസാനം എത്തിച്ചേർന്നത് നമ്മുടെ മഞ്ഞൾ ഹൈപ്പർ മാർക്കറ്റിലാണ്. ഇവിടെയും എനിക്ക് വേണ്ടി ഒരു പീസ് ഈ സംഭവം ഇൻഡക്ഷൻ കുക്കർ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. ഇൻഡക്ഷൻ കുക്കർ മാത്രം പോരല്ലോ, കുറച്ച് പാത്രങ്ങളും കൂടി വേണ്ടേ അതിൽ വെക്കാനായിട്ട്. എല്ലാ പാത്രങ്ങളും ഇൻഡക്ഷൻ ബേസ്ഡ് അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ 2-3 പീസ് ഇൻഡക്ഷൻ ബേസ്ഡ് പാത്രങ്ങളും കൂടി വാങ്ങിച്ചു. പാത്രങ്ങളും ഇൻഡക്ഷൻ കുക്കറും കിട്ടിയ സന്തോഷത്തിൽ എൻ്റെ മുഖത്തൊരു 100 പുഞ്ചിരിയാണ് തെളിഞ്ഞത്. എന്തായാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് ഈ ഐറ്റംസ് എല്ലാം അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റി. എന്തായാലും ഹാപ്പി. വീട്ടിലെത്തി ഐറ്റംസൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യാം. അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിരുന്ന പ്രോഡക്റ്റ്സാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരു ഫ്രഷ് പീസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് ഒരെണ്ണം ഇൻഡക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള പാത്രങ്ങളെല്ലാം ഓപ്പൺ ചെയ്ത് നോക്കി. ഇതിൻ്റെ അകത്ത് വരുന്നത് 3 സെറ്റാണ് കോംബോ ആയിട്ട് വരുന്നത്. ഇതിൽ നമുക്ക് കടായി ഉണ്ട്, തവയുണ്ട്, പിന്നെ ഒരു നോൺ സ്റ്റിക്കി ഫ്രൈയിങ് പാൻ ഉണ്ട്. ഇവ 3ഉം എന്തായാലും ഇൻഡക്ഷൻ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഗ്യാസ് വരുന്നത് വരെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. എന്തായാലും ഒരു മൂടി ഉണ്ടായിരുന്നുള്ളൂ, അത് 3 കൂടി ഒരു മൂടിയാണ്. നമുക്ക് മൂടി വെച്ച് ഉപയോഗിക്കാം, പിന്നെ നമ്മൾ സെപ്പറേറ്റ് മൂടി കയ്യിലുണ്ടെങ്കിൽ യൂസ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഇതിൻ്റെയൊക്കെ കോട്ടിങ് നല്ല സ്റ്റാൻഡേർഡുള്ള കോട്ടിങ്ങാണ് കേട്ടോ. നമുക്ക് ഈ വിലയ്ക്ക് ഇത് വർത്താണോ എന്ന് ചോദിച്ചെന്നാൽ എനിക്ക് എന്തായാലും പേഴ്സണലി ഇഷ്ടപ്പെട്ടു. മഞ്ഞളിൽ ഇതിൻ്റെ സ്റ്റോക്ക് ഉണ്ടാവും, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോയി വാങ്ങിക്കാം. എന്തായാലും ഇതിപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളിനി ഗ്യാസിൻ്റെ ക്ഷാമം വർദ്ധിച്ചു വരുന്ന സ്ഥിതിക്ക് ഇവയൊക്കെ തന്നെ ശരണം. ഇനിയിപ്പോൾ ഇവൻ്റെ കാലമല്ലേ എന്ന് പറയുന്ന പോലെ അല്ലേ. ഇൻഡക്ഷൻ കുക്കർ ഓൺ ചെയ്ത് ഒരുവിധം മനസ്സിന് സന്തോഷമായി. ഇനി എന്തെങ്കിലും വെച്ചുണ്ടാക്കി കഴിക്കാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.